കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തെങ്കിൽ അതിനെ അച്ഛൻ്റെ അമ്മയെ ഷോപ്പ് കിട്ടും നമ്മൾ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആഫീസർ എഴുതി തരും. ഈ അച്ഛൻ്റെ അമ്മയെ ഷോപ്പ് ഇടണം രണ്ടുപേരും. അത് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ഇവിടെ ശമ്പളം കിട്ടുള്ളൂ. ഞാനിങ്ങനെ കൊട്ടാരക്കര ആഫീസിൽ ഇരുന്നിട്ട് 3-4 ദിവസം കയറി ഇറങ്ങി. അയാൾ പറയും, നമ്മൾ പറയുന്നല്ല അയാൾ പറയുന്ന, അയാളൊരു ക്രെഡിറ്റ് പിടിച്ച ഒരു ഓഫീസറാണ്. അതായത് നമ്മളിപ്പം അവിടെ പോയി നിൽക്കുന്നുണ്ട് നോർമലി അവർ സൈൻ ചെയ്ത് തരേണ്ടത്. അയാള് പറഞ്ഞേക്കുന്നത് ഞാൻ അവിടുന്ന് അവധി അനുവാദം ഇല്ലാതെ പോകുന്നു. ഞാൻ എനിക്ക് ശരീരത്തിന് സുഖമില്ല എന്ന് പറഞ്ഞ് അവിടെ ഓഫീസറൊക്കെ പറഞ്ഞാ പോകുന്നു ഡ്യൂട്ടി പോയത്. ഇയാൾ പറയുന്നത് ഞാൻ അവധി അനുവാദം ഇല്ലാതെ പോകുന്ന ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ഡ്യൂട്ടി അങ്ങനെ കെട്ടിയിട്ടേക്കായിരുന്നു. അന്നേരം അതിൻ്റെ വാടകയ്ക്കും അതിൻ്റെ ഓരോ മെറ്റീരിയൽ പിന്നെ ഒരു കൊല്ലം അനുവദിച്ച് കിട്ടുന്നതും പോയി. ഈ ഒരു കൊല്ലം കൂടെ തിരിച്ച് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിലനിൽപ്പ് വരുള്ളൂ. സസ്പെൻഷൻ ആയിട്ട് കഴിയുമ്പോൾ ഈ 30 മാസം ഇന്നല്ലേ, പിന്നെ വളരെ തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു പ്രശ്നം വലിയ വരുത്തിരുവായിരുന്നു. എന്തായാലും അയാള് അങ്ങനെ പിന്നെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട സാഹചര്യം വന്നു. അപ്പൊ എന്നോട് അവിടെ ഇരുന്ന ഓഫീസർമാർ എല്ലാവർക്കും നമ്മൾ ഈ ചെല്ലുന്നിടത്തെല്ലാം വരുന്ന കുഴപ്പമില്ല, എല്ലാവർക്കും നമ്മളോട് വലിയ കാര്യമാണ്. ചില ഇതുപോലുള്ള ഒരാഴ്ചകൾ ഓഫീസർമാർ ചില സ്ഥലങ്ങളുണ്ട്, അവർക്കത് വരത്തില്ല. ഞാനതായ പുള്ളിയോടൊക്കെ തന്നെ പറഞ്ഞാ പോയിരുന്നത്. അപ്പൊ ഞാൻ മറ്റേ റോഡിലിറങ്ങി പേപ്പർ വാങ്ങി കൈ വെച്ചാ പോയത്. അത് ഒട്ടായിക്കാരനാ. പിന്നെ ഒരു വാക്കൂടെ പറഞ്ഞാ പോകുന്നത്, ഞങ്ങൾ വടക്കേ വഴിക്കോട്ട് വരുന്നത്. പക്ഷെ വടക്കേ വഴിക്കാൾ വന്നപ്പോഴത്തേക്ക് നമ്മള് പോകുന്നു. അവനൊരു ഓഫീസറായിട്ട് കുറെ കാലം വന്നു. കാരണം പിന്നെ നമ്മളപ്പോഴത്തേക്ക് റിട്ടായി. അങ്ങനെയൊക്കെ ആ ജീവിതം അങ്ങനെ വലിയ ബുദ്ധിമുട്ടായി. അവസാന കാലം ആയപ്പോഴത്തേക്ക് അതൊരു വലിയ പരാജയം കൂടെ ആയിപ്പോയി മാനസികമായിട്ടും. ഇതിപ്പോ നമ്മൾ മനസ്സറിയാതെ വന്ന നമ്മുടെ ഭാഗത്തുനിന്ന് ഏതോ തെറ്റുണ്ട് എങ്കിൽ തന്നെ നമ്മളെ ഇത്രയും സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ആനയ്ക്ക് പിടിക്കാൻ വയ്യാതെ തടി പിടിപ്പിക്കുന്നതാണ് നമ്മുടെ പേരിലുള്ള പരാതി. അതും എടുത്തില്ല, അതിനുള്ള സാഹചര്യം വന്നില്ല. പക്ഷെ നമ്മുടെ പേരിൽ ആരാണ്ടൊക്കെ അവിടെ വന്ന് തിരക്കി, ആ തിരക്കി കൂട്ടിക്ക് ഭയങ്കര തടി പിടിച്ചു. തടിയുടെ ഉടമസ്ഥൻ പറഞ്ഞു അത് പിടിക്കാനും പോയിരുന്നു, ഇവിടെ വേറെ കൊടുത്തതാ. നിങ്ങളെ ഇത് കാവി കിടക്കുന്ന ഒരു സാധനം, കണ്ടെത്തി കിടക്കുന്ന ഒരു സാധനം എനിക്ക് സ്വീകരിക്കാനില്ല, ഇത് എടുത്തോളാൻ പറഞ്ഞ. അത് പറഞ്ഞ് അവിടെ വന്നതല്ലാണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ അത് എന്തായാലും നമ്മുടെ സമയദോഷം ദൈവം എന്തായാലും നമ്മളെ സഹായിച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഇങ്ങനെ ഞങ്ങളുടെ കുടുംബ കമ്മിറ്റി ഇപ്പം ഉദ്യോഗജീവിതം കഴിഞ്ഞ് സൗദി ഉത്തമ ജീവിതത്തിൽ ഉപവാസം വെളിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ ഗ്യാരണ്ടി സർവീസ് പീരീഡ് കഴിഞ്ഞു. പിന്നെ 1 വർഷം കൂടെ നീട്ടി കിട്ടിയ ആകെ കുറച്ച് നാള് വെളിനല്ലൂരിൽ, പിന്നെ ബാക്കി ഉള്ള സമയങ്ങൾ ഒരു കാര്യം നമ്മൾ പിന്നെ കൂടെ പോകും എന്നുള്ളത്. ആനയ്ക്ക് നമുക്ക് ചട്ടമല്ല, ഞാൻ ചട്ടമാക്കാൻ ആനെ പോയില്ല. ആനയ്ക്ക് ചട്ടമാക്കാൻ്റെ ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് ബുദ്ധിമുട്ടിയില്ല. കാര്യം നമ്മളൊരു മാനസിക സംഘർഷാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളെ ഉമ്പിന്റെ കൂടുതലൂടെ പോലെ കൂനിന്റെ പുറത്തൊരു ഗുരു എന്ന് പറയുന്ന പോലെ നമ്മള് ഉള്ള സമയം സ്വസ്ഥമായിട്ട് മുമ്പോട്ട് തീരുമാനിക്കും. അതങ്ങനെ അവിടെ അങ്ങനെ ചേരാനായിൽ നിന്നുള്ള റിട്ടയർമെന്റ് ആവുന്നു. അത് 2013 മാർച്ച് 12 മാർച്ച് വരെ ഉള്ളായിരുന്നു നമുക്ക് കാലാവധി.
അപ്പം വെളിയിൽ നിൽക്കുക. 9 തൊട്ട് 2 കൊല്ലം 2 കൊല്ലം 2 മാസത്തിന് വ്യത്യാസമേ വന്നുള്ളൂ. 2 കൊല്ലം 30 മാസം 32 മാസത്തിന്. അപ്പോൾ 9-ാം മാസമായി. അപ്പം ജരാനാനയ്ക്ക് ഏകദേശം ഒരു 2 കൊല്ലം നിൽക്കാൻ സാധിച്ചോ? 2 കൊല്ലം. അപ്പം ജരാനാനയ്ക്ക് നിൽക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തിരുവല്ല മണികണ്ഠൻ എന്ന് പറഞ്ഞ ആന വന്നപ്പോൾ അതിന് കുറിപ്പിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആനയ്ക്ക് നിന്നിട്ടില്ല. ആന കണ്ടിട്ടുണ്ട്. അന്ന് ഈ കുന്നന്താന ആനയാണ്. കുന്നന്താനയ്ക്ക് നിൽക്കുന്ന സമയത്ത് തിരുവല്ലാമ്പലത്തിൽ കൊണ്ട് കെട്ടാറുണ്ടായിരുന്നു. അവിടെ കൂടുതലും അവിടെ ആയിരുന്നു അതിന്റെ തിരുവല്ലാമ്പലത്തിനായിരുന്നു. അവിടെ സ്ഥലത്തിന്റെ പരിമിതിയുടെ പ്രശ്നങ്ങളുണ്ടാണ്. കുന്നന്താന സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്. നമ്മളൊക്കെ അവിടെ തീറ്റയുടെ പ്രശ്നം ചില ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തിരുവല്ലാമ്പലത്തിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെ ആന നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മണികണ്ഠനാന വരുന്ന സമയത്ത് മണികണ്ഠനാനയ്ക്ക് ആരാണ്? തിരുവല്ല മണികണ്ഠനാന വരുന്ന സമയത്ത് മണികണ്ഠനാനയ്ക്ക് ഒന്ന് അവിടെ ദേവസ്വം ബോർഡിന്റെ ആളായിട്ട് വരുന്ന ശേഷം ഞാൻ ഈ നേരത്തെ വരുന്ന കൊട്ടാരക്കരക്കാരൻ മണികണ്ഠനാനെ എങ്ങനെ ഉണ്ടായിരുന്നു? കാഴ്ചയിലൊക്കെ കാഴ്ചയില് നല്ല സുന്ദരനാനായിരുന്നു. എല്ലാം കൊണ്ടും കാഴ്ചയ്ക്ക് സുന്ദരനാനായിരുന്നു. പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്ക് കുറച്ചു കാലം മാത്രമേ നിന്നുള്ളൂ. ആന പെട്ടെന്ന് വളർന്നു, പെട്ടെന്ന് തന്നെ ആന പോയി. ആ സമയത്താണല്ലേ കൊച്ചു ജരാനും വരുന്നത്? രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. മണികണ്ഠൻ നിൽക്കുമ്പോ തന്നെയാണ്. മണികണ്ഠനാനയുടെ കൂടുതൽ എഴുന്നള്ളി എടുത്തിട്ടുണ്ടോ? ഒരു സ്ഥലത്താണോ 2 സ്ഥലത്താണോ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ വാഴപ്പള്ളി അമ്പലത്തിലെ ഒരു എഴുന്നള്ളിപ്പ് വിനായക ചതുർത്ഥിക്ക് എഴുന്നള്ളിപ്പെടുത്ത്. 3 ആന ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. കൊച്ചാനയും കുന്നന്താനയും മണികണ്ഠനും 3 ആന ഉണ്ടായിരുന്നു എന്ന് ഒരു സംശയമുണ്ട്. ഈ ജയേന്ദ്രനാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് എവിടെല്ലാം പോയി പരിപാടി എടുത്തിട്ടുണ്ട്? ദൂരസ്ഥലങ്ങളിലൊക്കെ ജയേന്ദ്രനാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് ദൂരസ്ഥലങ്ങളിലെന്ന് പറയുന്നത് നമ്മളിവിടെ അമ്പലപ്പുഴ, മുല്ലയ്ക്കല്, പിന്നെ തുറവൂര് പോയിട്ടുണ്ട്. ഈ ജയേന്ദ്രനെ വേറൊരു ആന കുത്തിയ സംഭവം രഘുനാഥൻ കുത്തി റോഡിൽ കുത്തിയിട്ടു. രഘുനാഥൻ കുത്തിയതായിട്ടല്ല എന്റെ അറിവ്. ഓമല്ലൂർ മണികണ്ഠനാന അമ്പലപ്പുഴ ഭാഗത്ത് വിടുന്നു. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരുമ്പം മങ്കുമ്പ് കഴിഞ്ഞപ്പോ കിടങ്ങറയ്ക്കപ്പുറത്ത് ഭാഗത്ത് വെച്ചോ ഇവിടെ വെച്ചോ മണികണ്ഠനാനയാണ്. ഓമല്ലൂർ ആനയാണ് സംഭവിച്ചാണ് മറിഞ്ഞു വീണു. പക്ഷെ പ്രശ്നമൊന്നും ഇല്ലാതെ കൂട്ടി എഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞിട്ട് വഴി അടിച്ചു വരുന്ന സമയത്താണ്. അത് ഈ മണികണ്ഠനാന ചെറുതാണോ? കുട്ടിയുടെ ചെറുതാണോ? നമ്മളെ മണികണ്ഠനാനയ്ക്ക് അതിന്റെ നല്ല പുഷ്കര സമയമാണ്. ജയചന്ദ്രനാനയ്ക്ക് പ്രായം ഒക്കെ ഉണ്ട്. അതിന്റെ ശേഷം കുറെ കഴിഞ്ഞിട്ടാണോ ജയചന്ദ്രനാനയ്ക്ക് അന്ന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പുഷ്കരൊന്നുമില്ല. പക്ഷെ ഇത് ഒരു പാവമാണ്. സാധുവാണ്. അതാണ് അതിന് വരുന്ന ഏറ്റവും വലിയ കുഴപ്പമുണ്ട്. അതുപോലെ നമ്മുടെ കാവമ്പാത്ത് വെച്ചൊരു വണ്ടി കൊണ്ടിരിച്ചു. അന്ന് ഞാൻ ആനയ്ക്കറിയില്ല, അതിൻ്റെ കൂടെ ഇല്ല, അതിന് മുമ്പാണ്. അത് ചില തകരാറുകളൊക്കെ എനിക്ക് പുറകെ കൊണ്ടുവന്ന് വേണ്ടി അതിൻ്റെതായിട്ടുള്ള രീതികൾ കേറി കൂടെ നിന്ന ആനകളിൽ വെച്ചിട്ട് കുറുക്കണ്ണ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന എന്ന് പറയാനായിട്ട് ഏതാനുണ്ട്? കേറി അല്ലെങ്കിൽ ഇടച്ചട്ടായിട്ട് നിന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാന ഇന്നും ഇപ്പം ഇഷ്ടപ്പെടുന്ന ആനയുണ്ടെന്ന് ഏതാനയുടെ ശത്രുതയെന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസം. ഏതാന ഇഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പ്രയാസം. എന്നാൽ എനിക്ക് ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആന ഭയങ്കര ഒരു ആരവാണ്. കാരക്കാടിലോ പറയിട്ടാണ്. അത് ഒരു ആനക്കാരനെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പോകുന്നതും അത് നമ്മുടെ കൂടെ വരുന്നതും ഒരു കാര്യമാണ്. ഈ നമ്മുടെ കാരക്കാട് ബാലകൃഷ്ണൻ കരക്കാരുടെ ദേവസ്വം അതൊരു ജയന്ദ്രനെ കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുമോ ഭംഗിയില്? അത് വേറൊരു ഭംഗി, ആ രീതിയാണ്. അത് പാർത്ഥസാരഥി ആനയുടെ മോഡൽ വേണമെങ്കിൽ കാരക്കാട് ബാലകൃഷ്ണൻ പാർത്ഥസാരഥി പോലെയൊക്കെ ഏകദേശം ആ രീതിയിലാണ്. അതിനേക്കാളും ഒക്കെ ബെറ്ററാ. കൊമ്പുമൊക്കെ നല്ല കൊമ്പൊക്കെയാണ്. സാധാരണ വന്ന് ചെപ്പോടം വെച്ചാൽ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് അതുപോലത്തെ ഷേപ്പുള്ള കൊമ്പ്. ചുമ്മാ ഇങ്ങനത്തെ ഷേപ്പല്ല, നല്ല വീണ് എടുത്ത കൊമ്പുകളാണ്. അതായിരുന്നു.
പിന്നെ അതിനെ നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുത്തി പറയാൻ കാര്യം നമുക്കൊരു ഗ്രഹത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കുന്നത് ആ ആനയ്ക്കിരിക്കുന്നത്. കാര്യം അവർ നാട്ടുകാർ തരുന്നതല്ലാതെ ഞാൻ ഇഷ്ടം പോലെ അതിനെ കൊണ്ട് വേല ചെയ്യിച്ച് അത് നമ്മൾ ഇന്നടത്തൊന്നും ഇല്ല, അങ്ങ് പോവാ. അവിടെ എവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരിടത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആൾക്കാർ പിന്നെ തിരക്കി വരുന്നത്. അത് നമ്മൾ ദൂരം ഒന്നും പരിഗണിച്ചല്ല പോകും. നമ്മൾ അവിടെ ചെല്ലുക, അത് സാധിച്ചു കൊടുക്കുക, തുറ വേണമെന്ന് പറയുക, അവർ അത്രയും കാര്യം തരിക. അങ്ങനെ ആ ബാലകൃഷ്ണനെ കൊണ്ട് ആദ്യം ഒരു നമ്മുടെ തിരക്കൊരു ആസ്ഥാനം ഉണ്ടാകുന്ന അതിനെ കൊണ്ട് ഞാൻ ഇവിടെ അല്ലായിരുന്നു താമസിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന്റെ തെക്കേ ഭാഗത്ത് അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ ആദ്യം ഒരു പെരയുടെ സംവിധാനം ഉണ്ടാക്കി തരുന്നത് ഈ ബാലകൃഷ്ണൻ. പിന്നെ ചന്ദ്രശേഖരനാന എന്ന് പറയുമ്പം അത് നമ്മുടെ മുറ്റത്ത് എൻ്റെ പിള്ളേരെ കൂട്ട് അല്ലെ ജ്യേഷ്ഠൻ്റെ മക്കളെ കൂട്ട് വീട്ടിൻ്റെ മുറ്റത്ത് കിടന്നുറങ്ങുക, അങ്ങോട്ട് പോയി നിൽക്കാൻ പറഞ്ഞാൽ അവിടെ പോയി നിന്നോളുക, മോനെ വിളിക്കുമ്പോ മക്കളെ വിളിക്കുമ്പോ ഇതാ വിളി കേൾക്കുന്നത്, അങ്ങനെയുള്ള രീതിയായിരുന്നു അതിന്റെ. രണ്ടാമത്തെ ആസ്തിയുടെ ഭാവം അവനാ. അവരിത് അറിയാതെ സംഭവിച്ചതാണ്. നമുക്കിട്ട് പണിതല്ല, അറിയാതെ സംഭവിച്ചതാ. നമ്മൾ വിചാരിച്ചു അതിനെ നമ്മൾ പിന്നെ അതിനെ ദ്രോഹിക്കുക എന്നൊരു. പക്ഷെ പിന്നീട് അത് ഈ സംഭവിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ രീതി മാറിയോ അതോ ചേട്ടൻ വിളിച്ചപ്പോ കൂടെ നിന്നോ? ഞാൻ വിളിച്ചാണ് ഈ അമ്പലത്തിന്റെ അത് പറഞ്ഞായിരുന്നു. ഇല്ല, പറഞ്ഞില്ല. വെട്ടിക്കാട്ട് അമ്പലത്തിന്റെ അവിടെ കമലാസനം എന്ന് പറയുന്ന ഞങ്ങൾ ആനയും കൊണ്ട് അപ്പൊ അടുത്തൊരു വീട്ടിൽ പോയി കുറെ ഓലയൊക്കെ കൊണ്ടുവന്ന് വെട്ടു വലിയ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോകും. അപ്പൊ കമലാസനം എന്ന് പറയുന്ന ആനക്കാരനായിട്ട് വന്ന ആൾക്കൊരു ബുദ്ധിമുട്ട്, ആനയുടെ പുറകെ കിടന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കമലാസനം നീ ഇറങ്ങി, നിങ്ങൾ ഇറങ്ങാൻ. ഞാൻ അപ്പൊ മുമ്പിൽ കൂടെ ഇറങ്ങി വരുമെന്നുള്ള ഉദ്ദേശം വന്നപ്പോൾ ഞാൻ ചെന്ന് ആനയെ മടക്കിക്കും. മടക്കി കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ആനയ്ക്ക് കൂട്ടിയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ആനയെ കൂടെ ഇറങ്ങിയ വഴിക്ക് കൂടെ മോനെ മക്കളെന്ന് പറഞ്ഞ് കൂട്ടുകാട്ടെ അങ്ങോട്ട് കയറിക്കുന്നു. ആന അടിച്ചു പറിഞ്ഞു വന്നു. അപ്പം അന്നും ഈ എന്നെ അത്രയും കൂടെ ആരോഗ്യമുള്ളവനായി കമലഹാസൻ എന്ന് പറയുന്നത്. അമ്മ എന്നെ ഇടിച്ച് ഞാൻ മറിഞ്ഞു അവനെ കൂടിക്കളഞ്ഞു. ആദ്യത്തിന് അവനായിട്ട് കിട്ടുക എന്നുള്ള എൻ്റെ ആ വിചാരം. ആന എന്നെ അങ്ങനെ അതിനെ ഊട്ടുവരയ്ക്ക് ഫൗണ്ടേഷൻ കെട്ടിയിട്ടേക്കുന്നത്. ഞാൻ തല കീഴിലോട്ടും കാല് മേളിലോട്ടുമായിട്ടാണ് പോകുന്നത്. ആന അവിടെ എത്തി എന്നുള്ളത് കുത്തുന്നു. കാല് വന്നു. ആന താഴെ നിൽക്കുക. സംഭവമില്ല. ആളുകളായി എന്നിട്ട് ഞാൻ തന്നെ വിളിച്ച് ആന താഴെ ഇറങ്ങി. താഴെ ഒരു പറമ്പുണ്ട്, അവിടെ ആന കെട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇറക്കി കെട്ടിയും വെച്ച് എനിക്ക് പിന്നെ കയറാൻ വയ്യാതായിപ്പോയി. അപ്പോഴത്തേക്ക് വന്നവരെല്ലാം കൂടെ എടുത്ത് മാറ്റി വിടുന്നുണ്ട്. അങ്ങനെ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നൽകിയത് ഞങ്ങളുടെ ഓഫീസർ എന്ന് പറയുന്നത് ദീപമില്ല കുരുക്കളെന്ന് പറയും. അമ്പലത്തിൻ്റെ അടുത്ത് അവിടുത്തെ ഓഫീസറായിരുന്നു. അമ്പലത്തിന് ഇച്ചിരി അടുത്താണ് താമസിക്കുന്നത്. വലിയ കുരുക്കളും കൊച്ചു കുരുക്കളും അങ്ങനെ അവർ രണ്ടുപേരായിരുന്നു. അന്ന് ഈ കൊച്ചു കുരുക്കൾ കരുനാഗപ്പള്ളി അമ്പലത്തിലെ ഓഫീസർ, കരുനാഗപ്പള്ളി അവിടുത്തെ ഓഫീസർ. അവിടുന്ന് പറഞ്ഞ ആംബുലൻസ് വിളിച്ച് ഇവിടെ കരുനാഗപ്പള്ളി ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. ഒരു മാസത്തോളം അവിടെ കിടന്നു. അങ്ങനെ നെഞ്ചത്തൊരു കുത്തു കിട്ടിയത്. അങ്ങനായി ഒരു 2 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തെ ആനയുടെ പുറമേനി മാറി. കിട്ടുന്ന മൊത്തം കിട്ടുന്നതാണ്. 10-40 തോളം കൊണ്ട് വെച്ചാലോ വാഴയൊക്കെ ഉണ്ടല്ലോ ഒട്ടം പിടിച്ച് കടിക്കാൻ കഴിയുന്നു. അതൊക്കെ ഈ എന്തക്കെട്ടിന് ദോഷം ചെയ്യുന്ന സാധനമാണ് വാഴ. നമ്മുടെ ഈ കയ്യാലെ നിൽക്കുന്ന കടച്ചുണ്ടല്ലോ, ഇതൊരു ഇതുണ്ടാകും കടച്ച, അത് ദോഷം ചെയ്യുന്നതാണ്.